നമസ്കാരം. വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും നോക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്ത. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ആവേശകരമായ അന്ത്യത്തിലേക്ക്. പാകിസ്ഥാനെതിരായ ഫൈനലിൽ 147 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ പിന്തുടരുന്നു. തിലക് വർമ്മയും ശിവൻ ദുബൈയും ഗ്രീസും. കരൂർ ദുരന്തത്തിൽ മരണസംഖ്യ 40ആയി. മരിച്ചവരിൽ 9 കുട്ടികളും 17 സ്ത്രീകളും. ചികിത്സയിലുള്ള 111 പേരിൽ 51 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ. ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാന പര്യടനം മാറ്റിവെച്ച് വിജയ്. കരൂർ ദുരന്തത്തിൽ TVKയുടെ 3 നേതാക്കളെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. വിജയ്ക്കെതിരെ ഉടൻ നടപടി വേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. ദുരന്തത്തിന് പിന്നാലെ വീട്ടിലേക്ക് പോയ വിജയുടെ നടപടിയിൽ പരക്കെ വിമർശനം. TVKയുടെ പരിപാടികൾ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കേരളത്തിൽ നിന്നടക്കം പ്രൊഫഷണൽ ബൗൺസർമാരല്ലാത്തവരെ കൊണ്ടുപോയെന്ന ആരോപണം. 19 മധുരയിൽ നടന്ന പരിപാടിക്ക് വേണ്ടി എറണാകുളത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഗ്രൂപ്പിൽ ബൗൺസർമാർ ആവശ്യപ്പെട്ട് പരസ്യം വന്നു. നിരവധി പേർ ഇത്തരത്തിൽ ബൗൺസർമാരാകാൻ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടെന്ന മലയാളിയുടെ ശബ്ദ സന്ദേശം പുറത്ത്. കരൂർ ദുരന്തത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് BJP. പോലീസ് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി. ദുരന്തത്തിന് പിന്നാലെ വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും കരൂർ മെഡിക്കൽ കോളേജിലെത്തി. കരൂർ ദുരന്തത്തിൽ TVKയുടെ വാദങ്ങൾ തള്ളി തമിഴ്നാട് പോലീസ്. റാലിയിൽ വിജയ്ക്ക് നേരെ കല്ലേർ ഉണ്ടായിട്ടില്ലെന്ന് ADGP ഡേവിഡ്സൺ. ആളുകൾ അധികമാണെന്ന് നേതാക്കളെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല. 20 പേർക്ക് ഒരു പോലീസ് എന്ന നിലയിലാണ് സുരക്ഷ ഒരുക്കിയത്. പോലീസ് കൃത്യമായ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആംബുലൻസുകൾ വന്നതെന്നും ADGP. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വിജയ് 20 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും നൽകും. അപകടത്തിൽ ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ച NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ പിന്തുണച്ച് മന്ത്രി KB ഗണേഷ് കുമാർ. സമുദായാംഗങ്ങൾ സുകുമാരൻ നായർക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കും. നെയ്യാറ്റിൻകരയിൽ സുകുമാരൻ നായരുടെ കോലം കത്തിച്ച് കരയോഗം ഭാരവാഹികളുടെ പ്രതിഷേധം. NSS സമദൂരം തുടരുമെന്ന പ്രതീക്ഷയിൽ UDF. ഇടത് ചായ്വ് ശബരിമല വിഷയത്തിൽ മാത്രമാകുമെന്ന് രമേശ് ചെന്നിത്തല. പുതിയ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കാനാകാതെ യൂത്ത് കോൺഗ്രസ്. അബിൻ വർക്കി അധ്യക്ഷനാക്കിയില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ ഗ്രൂപ്പ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബിനു ചുള്ളിയലിനെയും OJ ജനീഷിനെയും ഉയർത്തിക്കാട്ടുന്നതിൽ എതിർപ്പ്. ഏകപക്ഷീയമായ തീരുമാനമെടുത്താൽ സ്ഥാനം രാജിവെക്കുമെന്ന് ഗ്രൂപ്പ് നേതാക്കൾ. സർവകലാശാല സിൻഡിക്കേറ്റിന് കൂടുതൽ അധികാരം നൽകുന്ന ബില്ലിന്റെ കരട് തയ്യാറായി. ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങൾ അഭ്യർത്ഥിച്ചാൽ 7 ദിവസത്തിനകം സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാണ് പ്രധാന ഭേദഗതി. സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ തർക്കം പരിഹാരമില്ലാതെ തുടരുന്നതിനിടെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം. ഗവർണർ സർക്കാർ പോരിൽ മഞ്ഞുരുക്കം. രാജ്ഭവനിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ ഭാരതാംബ ചിത്രം ഒഴിവാക്കി. വേദിയിൽ നിലവിളക്ക് മാത്രം. രാജ്ഭവന്റെ ത്രൈമാസിക ശശി തരൂരംബിക്ക് നൽകി മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. മാസികയുടെ ഉള്ളടക്കത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി. വിമർശനത്തോട് പ്രതികരിക്കാതെ ഗവർണർ. ശബരിമലയിൽ നിന്ന് കാണാതായെന്നാരോപിച്ച ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കണ്ടെത്തി. ദേവസ്വം വിജിലൻസ് പീഠം കണ്ടെടുത്തത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന്. പീഠം കാണാനില്ലെന്ന് ആരോപിച്ചതും സ്പോൺസർ തന്നെ. ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കിയ ആരോപണത്തിൽ ദുരൂഹത. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കോഴിക്കോട് ചേവായൂർ ചേവരമ്പലം റോഡിൽ വീണ്ടും മോഷണം. ഡോക്ടറുടെ വീട്ടിൽ നിന്ന് 45 പവൻ മോഷണം പോയി. ഡോക്ടറും കുടുംബവും തിരുവനന്തപുരത്തെ വീട്ടിൽ പോയി മടങ്ങുമ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. വിഴിഞ്ഞം കോട്ടപ്പുറം സ്വദേശി ജെയ്സൺ, പുതിയതുറ സ്വദേശി ഷാനു എന്നിവരാണ് മരിച്ചത്. ഇറാനെതിരായ ഐക്യരാഷ്ട്രസഭ ഉപരോധം നിലവിൽ വന്നു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിബന്ധനകൾ പാലിച്ചില്ലെന്ന ആരോപണം. UN-ന്റേത് നിരുത്തരവാദ നിലപാടെന്ന് ഇറാൻ. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് വൻ പ്രക്ഷോഭം നടന്ന ലഡാക്കിൽ നിരോധനാജ്ഞയിൽ ഇളവ്. ഘട്ടം ഘട്ടമായി നിയന്ത്രണങ്ങൾ നീക്കും. സോനം വാങ്ചുക്കിന് പാക് ബന്ധമെന്ന ലഡാക്ക് DGPയുടെ പരാമർശത്തിനെതിരെ ഭാര്യ ഗീതാഞ്ജലി. പാകിസ്ഥാനിലേക്ക് പോയത് UN പരിപാടിയിൽ പങ്കെടുക്കാനെന്ന് വിശദീകരണം. ലഡാക്കിൽ പ്രതിഷേധക്കാരുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ സമവായ ചർച്ചകൾ നാളെ. സംസ്ഥാന പദവി, സംവരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചേക്കും. സാമൂഹിക ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്ത. എറണാകുളം മട്ടാഞ്ചേരിയിൽ ഓൺലൈൻ തട്ടിപ്പ് കേസിൽ പ്രതി പോലീസ് പിടിയിൽ. മഹാരാഷ്ട്ര സ്വദേശി സന്തോഷാണ് പിടിയിലായത്. വീട്ടമ്മയെ പറ്റിച്ച് 2,88,00,000 രൂപയാണ് പ്രതി തട്ടിയെടുത്തത്.
മലപ്പുറം താനൂർ നിറമരുതൂരിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. നിറമരുതൂർ സ്വദേശി ആലിക്കപ്പറമ്പിൽ ഉമ്മർ ഫാറൂഖിന്റെ മകൻ മുഫാസാണ് മരിച്ചത്. കുളത്തിൽ സുഹൃത്തുമൊത്ത് കുളിക്കുന്നതിനിടെയാണ് അപകടം. പാലക്കാട് സ്കൂട്ടർ യാത്രക്കാർ ഇടിച്ചു വീഴ്ത്തിയ ബലാത്സംഗ ശ്രമം. ലൈംഗികാതിക്രമ ശ്രമത്തിന് ഇരയായത് ഷിഫ്റ്റ് കഴിഞ്ഞ് അർദ്ധരാത്രി വീട്ടിലേക്ക് മടങ്ങും വഴി. പിന്തുടർന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചത് പൂവഞ്ചിറ സ്വദേശി വിഷ്ണു. പോക്സോ കേസിലെ പ്രതിയെന്ന് പോലീസ്. PSC പരീക്ഷയിലെ ഹൈടെക് കോപ്പിടിയിൽ ക്യാമറയ്ക്ക് പിന്നിൽ രണ്ടാമനെ കണ്ടെത്തി. പുറത്തുനിന്ന് ഉത്തരം പറഞ്ഞു കൊടുത്ത ആളെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതി മുഹമ്മദ് സഹദിനെ വിശദമായി ചോദ്യം ചെയ്യും. മലപ്പുറം കൊണ്ടോട്ടിയിൽ ബസ് യാത്രക്കിടെ 13 വയസ്സുകാരെ ലൈംഗികമായി പീഡിപ്പിച്ച മദ്രസാധ്യാപകൻ അറസ്റ്റിൽ. കീഴ്ശ്ശേരി സ്വദേശി അലി അസ്കർ പുത്തലിനാണ് പിടിയിലായത്. ഉത്തരാഖണ്ഡ് ധരാലിലെ മിന്നൽ പ്രളയത്തിൽ കാണാതെ 67 പേരെ മരിച്ചതായി പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 52 ദിവസം കഴിഞ്ഞിട്ടും ഒരു വിവരവും ലഭ്യമല്ലാത്തതോടെയാണ് തീരുമാനം. ബന്ധുക്കളുടെ അഭ്യർത്ഥന കൂടി പരിഗണിച്ചാണ് നടപടി. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിക്കാൻ ഗോവ. ഗുണ്ടാസംഘങ്ങളുടെ ആക്രമണങ്ങൾ ആവർത്തിച്ചതോടെയാണ് നീക്കം. ദേശീയ സുരക്ഷാ നിയമത്തിന് കീഴിൽ പോലീസിന് 12 മാസത്തോളം വിചാരണയില്ലാതെ തടവിലാക്കാൻ കഴിയും. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് CPIM പ്രാദേശിക നേതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയായ സ്റ്റാൻലിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുൻ ജില്ലാ സെക്രട്ടറിയാണ് സ്റ്റാൻലി. കൊല്ലം കടയ്ക്കലിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോഷണക്കേസ് പ്രതികൾ കൈവിലങ്ങുമായി കടന്നു കളഞ്ഞു. സംഭവം പുലർച്ചെ 4:00-ഓടെ തെളിവെടുപ്പ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ രക്ഷപ്പെട്ടത് നെടുമങ്ങാട് സ്വദേശി സൈദലവിയും വഞ്ചിയൂർ സ്വദേശി അയ്യൂബ് ഖാനും. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സിറോ മലബാർ സഭ. ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് നിയമനം നൽകുന്നതിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ തടസ്സം നിൽക്കുന്നുവെന്ന പ്രസ്താവന ദുരുദ്ദേശപരവും തെറ്റിദ്ധാരണാജനകവും. വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ധിക്കാരപൂർവ്വമായ മറുപടിയാണ് ലഭിക്കുന്നതെന്നും സിറോ മലബാർ സഭ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരള നിയമസഭ നാളെ പ്രമേയം പാസാക്കും. പ്രമേയം അവതരിപ്പിക്കുക മുഖ്യമന്ത്രി. SIR സുതാര്യമായി നടപ്പാക്കണമെന്ന് സർക്കാർ. പ്രമേയത്തിന് പിന്തുണയുമായ പ്രതിപക്ഷവും. കോഴിക്കോട് സ്വത്തിനു വേണ്ടി അമ്മയെ ക്രൂരമായി മർദ്ദിച്ച മകൻ അറസ്റ്റിൽ. പുതുപ്പാടി സ്വദേശി ബിനീഷാണ് അറസ്റ്റിലായത്. കൊലപാതക ശ്രമമടക്കം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് പുതുപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനെ പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. സിബിൻ ആന്റണി അധ്യാപകനെയാണ് ഭീഷണിപ്പെടുത്തിയത്. അധ്യാപകന്റെ പല്ലടിച്ചു കൊഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം 24. ജമ്മു കശ്മീരിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത് സൈന്യം. ഏറ്റുമുട്ടൽ 2 ഭീകരരെ വധിച്ചു. നുഴഞ്ഞുകയറാൻ ശ്രമിച്ചത് കുപ്വാരയിലെ കേരൻ സെക്ടറിൽ. ഡോക്ടർ എന്ന വ്യാജൻ ഇൻസ്റ്റഗ്രാം വഴി സൗഹൃദം സ്ഥാപിച്ച് പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത പ്രതി അറസ്റ്റിൽ. ഫോർട്ട് കൊച്ചി അമരാവതി സ്വദേശി സ്റ്റീഫൻ തോമസാണ് പിടിയിലായത്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് പ്രതി മലേഷ്യയിൽ ഉൾപ്പെടെ വിനോദയാത്ര നടത്തി. ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരുന്ന കീച്ചേരിക്കടവ് പാലം തകർന്ന് 2 പേർ മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിൻവലിച്ച് പൊതുമരാമത്ത് വകുപ്പ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടെസി തോമസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീജിത്ത്, ഓവർസിയർ വൈ യതിൻകുമാർ എന്നിവർക്കെതിരായ നടപടിയാണ് പിൻവലിച്ചത്. എറണാകുളം ഇടക്കൊച്ചിയിൽ സ്കൂട്ടർ കുഴിയിൽ വീണ് യുവതി റോഡിലേക്ക് തെറിച്ചു വീണു. തൊട്ടുപിറകിൽ വാഹനം ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. CCTV ദൃശ്യങ്ങൾ 24. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്ത. അന്തർ സംസ്ഥാന പാതയിലൂടെ ദുരിതയാത്ര ചെയ്യേണ്ട ഗതികളിൽ വയനാട് ചീരാൽ പ്രദേശവാസികൾ. ചീരാൽ കല്ലുമുക്ക് കൊഴുവണ റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. വോട്ട് ബഹിഷ്കരണം അടക്കമുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ച് നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച ജനകീയ കൂട്ടായ്മ. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പിൽ പ്രതിഷേധത്തിനൊരുങ്ങിയ ആക്ഷൻ കൗൺസിൽ. ഒക്ടോബർ 3-ന് സഹകരണ ബാങ്കിന് മുന്നിലും 13-ന് കൽപ്പറ്റ ജോയിന്റ് റിസർവ് ഓഫീസിന് മുന്നിലും സമരം നടത്തുമെന്ന് ആക്ഷൻ കൗൺസിൽ. സമരം കോടികളുടെ ക്രമക്കേട് നടത്തിയവരെ സംരക്ഷിക്കുകയാണെന്നും ഇരകൾക്ക് നീതി ലഭിക്കുന്നില്ലെന്നും ആരോപിച്ചു. കോഴിക്കോട് അത്തോളിയിൽ പനയിൽ നിന്നും വീണ് പരിക്കേറ്റ് യുവാവ് മരിച്ചു. അന്നശ്ശേരി സ്വദേശി സുബീഷാണ് മരിച്ചത്. പനങ്കായ പറിക്കുന്നതിനിടെയാണ് അപകടം. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ സർക്കാർ ആദരിക്കും. ശനിയാഴ്ചയാണ് ചടങ്ങ്. പരിപാടിയുടെ ലോഗോ പ്രകാശനം നാളെ മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയുടെ ഭർത്താവ് ദാമോദരൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സാഹചര്യങ്ങളെ അസുഖങ്ങളെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. മാടായി ഗവൺമെന്റ് ഹൈസ്കൂളിൽ റിട്ടയർഡ് അധ്യാപകനും സാംസ്കാരിക രംഗത്തെ പ്രവർത്തകനുമായിരുന്നു. സംസ്കാരം നാളെ.
യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതി പിടിയിൽ. കോഴിക്കോട് മാറാട് സാഗരസരണി സ്വദേശി പ്രിൻസിനെയാണ് പന്ന്യങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയിൽ നിന്ന് വാങ്ങിയ 8 ലക്ഷം രൂപ തിരികെ നൽകിയില്ലെന്നും പരാതിയുണ്ട്. ധന്യൻ വർഗീസ് പയ്യപ്പള്ളി മെമ്മോറിയൽ എവറോളിംഗ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആദ്യ മത്സരം നടന്നു. മുഖ്യ സ്പോൺസറായ ചുണങ്ങംവേലി ശാഖ ഫെഡറൽ ബാങ്ക് മാനേജർ സൗമ്യ പി ഉദയൻ ഉദ്ഘാടനം ചെയ്തു. 14-16 കാറ്റഗറിയിൽ നടന്ന മത്സരത്തിൽ വൈക്കം രാജഗിരി അമല പബ്ലിക് സ്കൂൾ, കാക്കണ രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂൾ എന്നിവർ ജേതാക്കളായി. എറണാകുളം പറവൂരിൽ CPIയിൽ കൂട്ടക്കൊഴിഞ്ഞുപോക്ക്. 100-ലധികം അംഗങ്ങൾ പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചു. CPIഎമ്മിൽ ചേരാനാണ് പാർട്ടി വിടുന്നവരുടെ തീരുമാനം. എറണാകുളം പെരുമ്പാവൂരിൽ ലഹരി വേട്ടയിൽ NCB പിടികൂടിയത് പോലീസിന് വിവരങ്ങൾ കൈമാറുന്ന സ്ത്രീയെ. പ്രദേശത്തെ ലഹരി വിൽപ്പന വിവരങ്ങൾ പോലീസിന് നൽകിയിരുന്നത് അറസ്റ്റിലായ സെലീനയായിരുന്നു. ഇതിന്റെ മറവിലായിരുന്നു സെലീനയുടെ ലഹരി കച്ചവടം. കാലിക്കറ്റ് സർവകലാശാല CH മുഹമ്മദ് കോയ ചെയർ ഫോർ സ്റ്റഡീസ് ഓൺ ഡെവലപ്പിംഗ് സൊസൈറ്റി സംഘടിപ്പിച്ച ദേശീയ സെമിനാർ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ മോഹൻ ഗോപാൽ, പ്രൊഫസർ ഗോപാൽ ഗുരു, മാധ്യമപ്രവർത്തക ഭാഷാ സിംഗ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. കണ്ണൂർ തലശ്ശേരി പൊയിലൂർ കലാകാര കൂട്ടായ്മയുടെ 1ാം വാർഷികാഘോഷം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു ഉദ്ഘാടനം ചെയ്തു. കണ്ണൻ K പൊയിലൂരിന്റെ ചില്ലുജാലക പുസ്തക പ്രകാശനം 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടൻ നിർവഹിച്ചു. പ്രവാസി വ്യവസായി അത്തോളിൽ വാസുവിന് നൽകിയാണ് പ്രകാശനം ചെയ്തത്. എറണാകുളം തോട്ടക്കാട്ടുകരയിൽ തെങ്ങ് ദേഹത്ത് വീണ് 7ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. വെളിയത്തുനാട് സ്വദേശി മുഹമ്മദ് സിനാനാണ് മരിച്ചത്. ഉണക്കത്തെങ്ങിന്റെ പൊത്തിൽ നിന്ന് തത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. സരിതാ രാജിന്റെ മാ നിഷാദ് എന്ന നോവൽ പ്രകാശനം ചെയ്തു. കവി വിനോദ് വൈശാഖ് അധ്യാപകൻ ബാബുരാജ് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. നീമ ബുക്കാണ് പ്രസാധകർ. പുതിയ ഇനം സസ്യത്തെ ഛത്തീസ്ഗഡിലെ ജഗ്ദൽപൂർ ജില്ലയിലെ കങ്കൽവാലി നാഷണൽ പാർക്കിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തി. ഫൈക്കസ് നായകി എന്നാണ് പുതിയ സസ്യത്തിന്റെ പേര്. മൈസൂർ റീജിയണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ ശാസ്ത്രജ്ഞനായ അർജുൻ പ്രസാദ് തിവാരി, അധ്യാപകനായ ശ്രീഹരി ശിവൻ നായർ, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ശാസ്ത്രജ്ഞനായ രാജേന്ദ്ര പ്രസാദ് മിശ്ര, അധ്യാപകനായ മുജാഫർ ഷേഖ് എന്നിവരടങ്ങിയ ഗവേഷണ സംഘമാണ് സസ്യത്തെ കണ്ടെത്തിയത്. കോഴിക്കോട് കോട്ടൂർ മൂലാട് UDYFന്റെ പ്രക്ഷോഭയാത്ര തടഞ്ഞ DYFI. നേതാക്കൾ സംസാരിക്കുന്നതിനിടെ DYFI പ്രവർത്തകർ വേദിയിലേക്ക് കയറി. സംഭവത്തിൽ DYFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. പ്രധാന അറിയിപ്പ്. കോട്ടയം ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ECG ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. 1 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധം. അഭിമുഖം ഈ മാസം 30. നാഷണൽ ആയുഷ് മിഷൻ പാലക്കാട് ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്കുള്ള കരാടിസ്ഥാനത്തിൽ മൾട്ടിപർപ്പസ് വർക്കറെ നിയമിക്കുന്നു. അഭിമുഖം അടുത്ത മാസം 9. കോഴിക്കോട് വടകര ദേശീയപാതയിൽ കൊയിലാണ്ടി മേഖലയിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായാണ് നിയന്ത്രണം. രാത്രി 12 മണി വരെയാണ് നിയന്ത്രണം. തിരുവനന്തപുരം LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വിവിധ കോഴ്സുകളിൽ ഒഴിവ്. ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് GST തുടങ്ങിയ കോഴ്സുകളാണ് ഒഴിവ്. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. കണ്ണൂർ സർക്കാർ ആയുർവേദ കോളേജിൽ ദ്രവ്യഗുണ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 30 രാവിലെ 11 പരിയാരം കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്ലേസ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് അസോസിയേഷൻ ദിവസവേതന അടിസ്ഥാനത്തിൽ ഓഫീസർ അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. കൊമേഴ്സ്, എക്കണോമിക്സ്, മാനേജ്മെന്റ് എന്നിവയിൽ ഏതെങ്കിലും ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നവംബർ 10 അപേക്ഷിക്കും. എറണാകുളം ജില്ലയിൽ കടൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യാശ മറൈൻ ആംബുലൻസിലേക്ക് പാരാമെഡിക്കൽ സ്റ്റാഫിനെ താൽക്കാലികമായി നിയമിക്കുന്നു. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുമായി ഒക്ടോബർ 8 രാവിലെ 10 എറണാകുളം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലെത്തും. തിരുവനന്തപുരം ആറ്റിങ്ങൽ ഗവൺമെന്റ് IT റെഫ്രിജറേറ്റർ ആൻഡ് AC ടെക്നീഷ്യൻ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഒഴിവ്. അഭിമുഖം ഒക്ടോബർ 3 രാവിലെ 10:15 IT ഓഫീസിൽ. ദേശീയ വാർത്ത. ലൈംഗികാതിക്രമ കേസിൽ ഒളിവിലായിരുന്ന ആൾദൈവം ചൈതന്യാനന്ദ സരസ്വതി അറസ്റ്റിൽ. പിടിയിലായത് ആഗ്രയിൽ നിന്ന്. പരാതി നൽകിയത് ചൈതന്യാനന്ദ സരസ്വതി ഡയറക്ടറായിരുന്ന ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിലെ വിദ്യാർത്ഥി. രാജ്യത്ത് ദുരന്തമുണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന RS പ്രവർത്തകരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രശംസ. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയ മൻ കി ബാത്തിൽ
പായ്ക്കപ്പലിൽ ലോകം ചുറ്റിയ മലയാളി ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനയുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി. പോയിന്റ് നിമോയിൽ ഇന്ത്യൻ പതാക ഉയർത്തിയ അഭിമാന നിമിഷമെന്നും മോദി. മൻ കി ബാത്തിനിടെ പായ്ക്കപ്പലിൽ ലോകം ചുറ്റിയ മലയാളി ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനയുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോയിന്റ് നിമോയിൽ ഇന്ത്യൻ പതാക ഉയർത്തിയത് ഏറ്റവും അഭിമാന നിമിഷമെന്ന് മോദി പറഞ്ഞു. കോഴിക്കോട് സ്വദേശിയാണ് ദിൽന. മധ്യപ്രദേശിൽ മാനസിക വെല്ലുവിളി നേരിടുന്നയാൾ 5 വയസ്സുകാരനെ അമ്മയുടെ മുന്നിൽ വെച്ച് തലയെറുത്ത് കൊലപ്പെടുത്തി. 25 വയസ്സുള്ള മഹേഷ് എന്ന യുവാവാണ് കൊല നടത്തിയത്. സംഭവം അറിഞ്ഞെത്തിയ പ്രദേശവാസികളുടെ മർദ്ദനത്തിൽ മഹേഷ് കൊല്ലപ്പെട്ടു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്ത മാസം 7 സൂചന. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്ടോബർ 4 ബീഹാറിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തും. സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കുന്നു. 500 കമ്പനി കേന്ദ്രസേനയെ വിന്യസിക്കും. ചികിത്സയ്ക്കിടെ സ്ത്രീയോട് ലൈംഗികാതിക്രമം നടത്തി ഇന്ത്യൻ ഡോക്ടർ കാലിഫോർണിയയിൽ അറസ്റ്റിൽ. സാൻ ജോസിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ സഞ്ജയ് അഗർവാളാണ് പിടിയിലായത്. സെപ്റ്റംബർ 16 ഇയാൾക്കെതിരെ ലൈംഗികാതിക്രമത്തിന് പരാതി ലഭിക്കുന്നത്. രാജ്യാന്തര വാർത്ത. യൂറോപ്യൻ യൂണിയനെയോ നാറ്റോ അംഗരാജ്യങ്ങളെയോ ആക്രമിക്കാൻ റഷ്യയ്ക്ക് ഉദ്ദേശമില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവ്. എന്നാൽ റഷ്യക്കെതിരെയുള്ള ഏതൊരു ആക്രമണത്തിനും തിരിച്ചടി നൽകുമെന്നും ലാവ്റോവ് മുന്നറിയിപ്പ് നൽകി. UN പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നാളെ വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേലിനെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. ഗസയിൽ വെടിനിർത്തൽ കരാറിനുള്ള ചർച്ചകൾ നടന്നുവരികയാണെന്നും ട്രംപ് പറഞ്ഞു. യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് റഷ്യയുടെ കനത്ത വ്യോമാക്രമണം. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു, 8 പേർക്ക് പരിക്കേറ്റു. 100 കണക്കിന് ഡ്രോണുകളും മിസൈലുകളും ആക്രമണത്തിനെ റഷ്യ ഉപയോഗിച്ചെന്ന് യുക്രൈൻ വ്യക്തമാക്കി. ആക്രമണത്തെക്കുറിച്ച് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേലി ആക്രമണത്തിൽ 100ഓളം പലസ്തീനികൾ കൂടി ഗസയിൽ കൊല്ലപ്പെട്ടു. അമേരിക്കയുടെ ഗസ വെടിനിർത്തൽ പദ്ധതി അംഗീകരിച്ച് ഇസ്രായേലി പ്രതിപക്ഷം. ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തെ വിമർശിച്ച് ഇന്ത്യയും ബ്രസീലും ദക്ഷിണാഫ്രിക്കയും. റഷ്യയുടെ ആക്രമണം പ്രതിരോധിക്കാൻ നിർദ്ദിഷ്ട വ്യോമാക്രമണ പ്രതിരോധ കവചം ഉടൻ യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമർ സെലൻസ്കി. അന്താരാഷ്ട്ര വിമർശനങ്ങൾക്കിടെയും റഷ്യ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം യുക്രൈനിൽ റഷ്യ ബോംബാക്രമണം നടത്തി. H-1B വിസ നിരക്ക് കുത്തനെ ഉയർത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി US നിക്ഷേപകനും ശതകോടീശ്വരനുമായ മൈക്കൽ മോറിറ്റ്സ്. ട്രംപിന്റെ H-1B സാഹസം തിരിച്ചടിക്കുമെന്ന് ഫിനാൻഷ്യൽ ടൈംസിൽ എഴുതിയ ലേഖനത്തിൽ മോറിറ്റ്സ് മുന്നറിയിപ്പ് നൽകി. സ്വർണ്ണവില പവന് 84,680 രൂപ, ഗ്രാമിന് 10,585 രൂപ. തുടർച്ചയായ റെക്കോർഡ് മറികടന്നതിന് ശേഷം ലാഭമെടുപ്പ് കൂടിയതുമൂലം സ്വർണ്ണവില കുറഞ്ഞിരുന്നു. ആഗോള അനിശ്ചിതത്വങ്ങൾ മൂലം സമീപഭാവിയിൽ സ്വർണ്ണവില ഉയർന്നു തന്നെ നിൽക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ആഗോള വിപണികളിലെ നീക്കങ്ങളും ആഭ്യന്തര സാമ്പത്തിക സൂചകങ്ങളുമായിരിക്കും വരുന്ന വാരം വിപണിയുടെ ഗതി നിശ്ചയിക്കുന്നതെന്ന് വിദഗ്ധർ. രൂപയുടെ മൂല്യവും ക്രൂഡ് വിലയും അമേരിക്കൻ വിപണികളും നിക്ഷേപകരെ സ്വാധീനിക്കും. അടുത്ത ബുധനാഴ്ച വരുന്ന RBI വായ്പാ നയ പ്രഖ്യാപനവും വിപണിയിൽ ചലനങ്ങൾ ഉണ്ടാക്കും. പോയ വാരം 2.7% ഇടിവിലായിരുന്നു വിപണികൾ വ്യാപാരം അവസാനിപ്പിച്ചു. JLRന് $200 കോടി വായ്പയ്ക്ക് ബ്രിട്ടീഷ് സർക്കാരിന്റെ പിന്തുണ. സൈബർ ആക്രമണം ഉണ്ടായതിനു ശേഷം ഉൽപാദനവും വിതരണവും നിലച്ചതാണ് വായ്പയെടുക്കാൻ കാരണം. 5 വർഷമാണ് തിരിച്ചടവ് കാലാവധി. ബ്രിട്ടനിൽ പ്രത്യക്ഷമായി 34,000 പേർക്കും പരോക്ഷമായി 12,000 പേർക്കും തൊഴിൽ നൽകുന്ന സ്ഥാപനമാണ് JLR. തുടർച്ചയായി 3-ാം മാസവും ഇന്ത്യൻ ഓഹരികൾ വിറ്റൊഴിഞ്ഞ് വിദേശ നിക്ഷേപകർ. ഈ മാസം ഇതുവരെ വിറ്റഴിച്ചത് 13,450 കോടി ഓഹരികൾ. ഈ വർഷം ഇതുവരെ വിൽപ്പന 1,44,085 കോടി രൂപ കടന്നു. ഇന്ത്യൻ വിപണി ഉപേക്ഷിക്കുന്ന വിദേശ നിക്ഷേപകർ ഹോങ്കോങ്, തായ്വാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് തിരിഞ്ഞുവെന്നാണ് കണക്ക്. അമേരിക്കൻ വിപണിയിൽ നിന്ന് മരുന്ന് പിൻവലിച്ച ഇന്ത്യൻ ഫാർമ കമ്പനികൾ. ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മൂലം മരുന്ന് പിൻവലിച്ചത് ഗ്ലെൻമാർക്ക്, സൺ ഫാർമ, സൈഡസ് തുടങ്ങിയ കമ്പനികൾ. ഇന്ത്യൻ മരുന്ന് കമ്പനികളുടെ തീരുമാനം അമേരിക്കൻ വിപണിക്ക് തിരിച്ചടിയാകുമെന്ന അമേരിക്കൻ മരുന്ന് നിയന്ത്രണത്തിന്റെ ഉത്തരവിന് പിന്നാലെ തീരുവ പോലെയുള്ള വ്യാപാര നിയന്ത്രണ മാർഗങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് ബ്രിക്സ് കൂട്ടായ്മ. സംരക്ഷണവാദം ആഗോള വ്യാപാരത്തിൽ വൻ ഇടിവുണ്ടാക്കുമെന്ന് വിലയിരുത്തൽ. ഇത്തരം നടപടികൾ ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ അഭിപ്രായം. സ്പോർട്സ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയ്ക്ക് ജയം. ഫുൾഹാമിനെതിരെ 1-3 ഗോളിന് തോൽപ്പിച്ചു.
വനിതാ ഏകദിന ലോകകപ്പിന് മുന്നോടിയായ സന്നാഹ മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയം. ന്യൂസിലൻഡ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 232 റൺസ് നേടി. ഇന്ത്യ 4.2 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. T20 ക്രിക്കറ്റിൽ ചരിത്രമെഴുതി നേപ്പാൾ. വെസ്റ്റ് ഇൻഡീസിനെതിരെ ആദ്യ മത്സരത്തിൽ 19 റൺസിന് ജയിച്ചതോടെ ICC ഫുൾ മെമ്പർ ടീമിനെതിരെ ആദ്യ ജയം സ്വന്തമാക്കി നേപ്പാൾ. 38 റൺസ് നേടിയ ക്യാപ്റ്റൻ രോഹിത് പൗഡലാണ് ടോപ്പ് സ്കോറർ. സാഫ് അണ്ടർ 17 ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്. ശനിയാഴ്ച കൊളംബോയിൽ നടന്ന ആവേശകരമായ ഫൈനലിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചു. പെനാൽറ്റിയിൽ 4-1 വിജയിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത്. ലാലിഗയിൽ ചിരവൈരികളായ റയൽ മാഡ്രിഡിനെ തകർത്ത അത്ലറ്റിക്കോ മാഡ്രിഡ്. മെട്രോപൊളിറ്റിയിൽ നടന്ന ആവേശകരമായ പോരാട്ടത്തിൽ 5-2 ഡീഗോ സിമിയോണിയുടെ ടീം തകർപ്പൻ വിജയം നേടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.